കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ആത്താസ് കിച്ചൺ ഇന്നത്തേക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തുടർന്നും ആത്താസ് കിച്ചൺ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. ഇന്നത്തെ റെസിപ്പി ഫ്ലവർ പോട്ട് കേക്കാണ്. ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലവർ പോട്ട് കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനുള്ള കേക്ക് ബേസ് വേണം. അതിന് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായി ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് ഞാനിവിടെ ബേസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. മുട്ട നന്നായി ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് ഷുഗർ പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഫൈനലായിട്ട് ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കാം. എസൻസ് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലോർ ചേർക്കേണ്ട ടൈമായി. 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തതാണിത്. അത് ഇതിലേക്ക് കുറച്ചായി അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. കേക്ക് ബാറ്റർ ആവുന്നത് വരെ ഇതുപോലെ കുറച്ചായി ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ബേസിൻ്റെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അലൂമിനിയം ഫോയിലാണ് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാത്രത്തിൻ്റെ ഷേപ്പ് പോലെ ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയ പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫോയിലിൽ ചെറിയ ഷേപ്പാക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഹൈറ്റുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തത്. ഇനി ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂറോളം ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഷേപ്പായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്കിത് പോട്ടിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കണം. വിചാരിച്ചത്ര ഇത് ഹൈറ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ 2 മുട്ടക്ക് ഇതുപോലെ തന്നെ സെയിം കേക്ക് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിനെ ഒരു പോട്ടിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കണം. മുകൾ ഭാഗത്ത് കുറച്ച് വീതി കൂട്ടിയും അടിഭാഗത്ത് വീതി കുറച്ചും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. ചെറുതായി ഒരു പോട്ടിൻ്റെ ഷേപ്പ് പോലെ ആവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നീട് ക്രീമൊക്കെ വെച്ച് ഒന്നുകൂടെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാതെ ആയിപ്പോവും. അതുകൊണ്ട് ചെറുതായി ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു പോട്ടിൻ്റെ ഷേപ്പിലേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒരു 2 മിനിറ്റോളം ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഹൈ സ്പീഡിലിട്ട് നല്ല സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഓൾറെഡി മധുരമുള്ള ക്രീമാണിത്. അതുകൊണ്ട് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്കായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. കേക്കിന് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 2 മുട്ടക്ക് എക്സ്ട്രാ ഉണ്ടാക്കിയ കേക്കാണിത്. ഇനി ഈ കേക്ക് നമുക്ക് 2 ലെയറാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് 2 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോയിലിൽ ഉണ്ടാക്കിയ കേക്കാണിത്. ഇത് നമുക്കൊരു 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ക്രീം ബേസായിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായി ഫസ്റ്റ് ലെയറായിട്ട് ചെറിയ പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലെയറാക്കി എടുക്കാം. ഇതുപോലെ വീതി കുറഞ്ഞ കേക്കിൻ്റെ പീസസ് അടിയിലടിയിലായി വെച്ച് കൊടുത്ത് നമുക്ക് ലെയർ ചെയ്തെടുക്കണം. ഫൈനൽ ലെയറും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വിപ്പിംഗ് ക്രീം വെച്ച് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് കേക്കിലേക്ക് ഫോണ്ടൻ്റ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ ഇൻസ്റ്റൻ്റായി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഫോണ്ടൻ്റ് ചെയ്യുന്നത്. മാഷ്മെല്ലോസ് വെച്ചിട്ടാണ് സാധാരണ ഫോണ്ടൻ്റ് ഉണ്ടാക്കാറ്. ഇതിൽ നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് എങ്ങനെ ഫോണ്ടൻ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സാധാരണ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. മേരിയുടെ നോർമൽ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. 100 ഗ്രാമിൻ്റെ 2 പാക്ക് ബിസ്ക്കറ്റാണ് ഞാനിവിടെ പൊടിച്ച് എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാലൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം ഡേറ്റ്സിൻ്റെ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. അങ്ങനെ ബിസ്ക്കറ്റ് ഫോണ്ടൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കുഴച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് പരത്തിയെടുക്കണം. കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കണം. ഞാനിവിടെ കട്ടി കുറച്ച് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവർ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത കേക്കാണിത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ച ബിസ്ക്കറ്റിൻ്റെ ഫോണ്ടൻ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ സ്റ്റിക്കായി നിൽക്കുള്ളൂ. എന്നിട്ട് ഇതുപോലെ ശ്രദ്ധിച്ച് ബട്ടർ പേപ്പർ മാറ്റണം. നോർമൽ ഫോണ്ടൻ്റ് അല്ലാത്തത് കൊണ്ട് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊക്കെ ഇതുപോലെ മുറിഞ്ഞു പോകും, അതൊന്നും കുഴപ്പമില്ല. നമുക്കത് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ സ്റ്റിക്കായിട്ട് നിന്നോളൂ. ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ കൈവച്ചിട്ട് തന്നെയാണ് ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്.
അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവ് ഉണ്ടാവും. എന്നാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത് ഒരു ലെയർ കൂടെ നമുക്ക് ആക്കിയെടുക്കണം. പോട്ടിന് കാണുന്ന പോലെ തന്നെ സൈഡിൽ ലെയർ വെച്ച് കൊടുക്കാം. ഇനി മുകൾ ഭാഗത്തുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പോട്ടിന് കാണുന്ന പോലെ തന്നെ മുകൾ ഭാഗത്തായി ഞാനൊരു ചെറിയൊരു ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം. അതുപോലെ ബിസ്ക്കറ്റ് നീളത്തിൽ പരത്തിയെടുത്ത് ചുറ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി അതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലുള്ള എക്സ്ട്രാ വരുന്ന കേക്കിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഈ ഫ്ലവർ പോട്ടിൽ ഓരോ ലൈൻസ് വരച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് ഞാനിവിടെ ഫ്ലവർ പോട്ടിൻ്റെ ഷേപ്പിലേക്ക് കേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ ബാക്കി വന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ പീസസ് മണ്ണിന് പകരമായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫ്ലവറിൻ്റെ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നോർമലായിട്ടുള്ള ഫ്ലവർ പോട്ട് തന്നെ ആവാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെടിയുടെ കൊമ്പ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഈ ചെടിയുടെ മുകളിലായി കുഞ്ഞു ഫ്ലവറായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിവിടെ ഫ്ലവർ പോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാം. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.